കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫങ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയാണ് പറഞ്ഞത്. ഫങ്ഷനെ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകുന്നു, അതിനുശേഷം ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആകുമ്പോൾ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ളത്. അടുത്തായിട്ട് നമ്മൾ രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്കുണ്ട്. ഇപ്പം എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, അപ്പം അങ്ങനെയാണെങ്കിൽ അവയുടെ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ്, കോഷ്യൻ്റ്, മൾട്ടിപ്പിൾ ഓഫ് അനദർ നമ്പർ, കോൺസ്റ്റൻറ്റ് വിത്ത് കോൺസ്റ്റൻറ്റ്, ഇതെല്ലാം കണ്ടിന്യൂസ് ആണോ എന്നാണ് നമ്മൾ ഈ തിയറത്തിൽ. ഇപ്പോൾ ഈ തിയറം എന്താണ് പറയുന്നത്? സപ്പോസ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്, അതായത് എഫ് ആൻഡ് ജി ആർ റിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് അറ്റ് എ റിയൽ നമ്പർ സി. ഏതെങ്കിലും ഒരു പോയിന്റ് സിയിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ്? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ സമ്മ് ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് ഈ തിയറം പറയുന്നു. അവയുടെ ഡിഫറൻസ് ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അവയുടെ പ്രോഡക്റ്റ് എഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഇവയുടെ പ്രോഡക്റ്റ് ആ പോയിന്റിൽ കണ്ടിന്യൂസ്. അതായത് എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആണ്, സം കണ്ടിന്യൂസ് ആണ്, ഡിഫറൻസ് കണ്ടിന്യൂസ് ആണ്. അവസാനമായി കോഷ്യൻ്റ് എഫ് ഡിവൈഡ് ബൈ ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ സി പ്രൊവൈഡഡ് ജി ഓഫ് സി നോട്ട്. അതായത് ഡിനോമിനേറ്റർ ആ പോയിന്റിൽ സീറോ ആകാൻ പാടില്ല. നമുക്കറിയാം ഡിനോമിനേറ്റർ സീറോ ആയാൽ ആ ഫംഗ്ഷൻ തന്നെ അവിടെ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഡിനോമിനേറ്റർ സീറോ അല്ലാത്ത ഏത് പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ കോഷ്യൻ്റ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അവസാനമായിട്ട് ഇവിടെ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എഫ് അല്ലെങ്കിൽ ജി ഏതെങ്കിലും എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് കെ ഇൻറ്റു എഫ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് ആയിട്ട് എക്സ് ഈസ് ഈക്വൽ സി. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കേണ്ട. നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അത് എങ്ങനെയാണ് നമുക്കത് ജിയോജിബ്ര വഴി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മൾ പറഞ്ഞു. എഫ് ഓഫ് എക്സ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 - x, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. നമുക്കറിയാം ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമുക്കറിയാം. പിന്നെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിൻ്റെ ഗ്രാഫ് വരച്ച് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണെങ്കിൽ ഈ ഷേപ്പിൽ വരും. ഇതും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഈ ഓരോന്നും അവയുടെ സം എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെ സം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ? അവയുടെ ഡിഫറൻസ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ? എഫ് ഓഫ് എക്സിൻ്റെ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ? അവയുടെ കോഷ്യൻ്റ് പിന്നെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പോൾ എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സിനെ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇത് നമ്മൾ ജിയോജിബ്രയുടെ സഹായത്താൽ നമ്മളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഗ്രാഫ് നോക്കിക്കൊണ്ട് നമുക്ക് ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ, അതോ ഇപ്പം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ അതോ കണ്ടിന്യൂസ് ആണോ, ഈ തിയറങ്ങളെല്ലാം നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ച് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ജിയോജിബ്ര നമുക്കൊന്ന് കണ്ടു നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 - x, മറ്റൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. ഇപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, ഈ രണ്ട് ഫംഗ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അവയുടെ ഗ്രാഫ് നമുക്ക് നോക്കിക്കൊണ്ട് ഫംഗ്ഷൻ്റെ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ്, കോഷ്യൻ്റ്, പിന്നെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ, ഒരു ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ, ഇവ കണ്ടിന്യൂസ് ആണോ നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ചൊന്നും അതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യമേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - x, അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. നമുക്കറിയാം 1 - x എന്ന് പറയുമ്പം ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, ഫസ്റ്റ് ഡിഗ്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അത് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ജി ഓഫ് എക്സ് എന്ന് പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്, മോഡ് എക്സ് എന്ന് പറയും. നമുക്ക് അതിൻ്റെ ഗ്രാഫ് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് പരിചയമാണ്. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത് രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത്. ഇനി നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് അവയുടെ സമ്മ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ആ സമ്മ് കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ഗ്രാഫ് നോക്കി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിൻ്റെ സമ്മാണ്, സമ്മിൻ്റെ ഗ്രാഫാണ് ആ കാണുന്നത്. കണ്ടോ, ആ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സിൻ്റെയും കൂടെ സമ്മിൻ്റെ ഗ്രാഫ് നോക്കി ആ ഒരു ഫംഗ്ഷനെ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല, ഒരു പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് അല്ല, അത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമുക്ക് ഈ ജിയോജിബ്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, ഈ രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ സമ്മും കണ്ടിന്യൂസ് ആണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തായിട്ട് നമുക്ക് അവയുടെ ഡിഫറൻസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. അത് കണ്ടിന്യൂസ് ആണോ നമുക്ക് നോക്കാം. നോക്കി ആ റെഡിങ്ങിൽ കാണുന്ന ആ ഒരു ഗ്രാഫാണ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്.
ആ ഒരു ഗ്രാഫിലും ആ ഒരു ഗ്രാഫും ഒരു പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് അല്ല, എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഇവ രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവയുടെ ഡിഫറൻസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്കതിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് പരിശോധിക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അവയുടെ പ്രോഡക്റ്റും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. നോക്കി, അതിൻ്റെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് നമ്മൾ ജിയോജിബ്ര ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഫസ്റ്റ് ഡിഗ്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഫസ്റ്റ് ഡിഗ്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് അവയുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എസ് സ്ക്വയർ വരും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഏകദേശം ഒരു പരാബോള ഷേപ്പാണ് വരുന്നത്. നോക്കിയേ, അത് ഒരു പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ്, അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അവയുടെ കോഷ്യൻ്റ് ഒന്ന് പരിശോധിക്കാം. എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ്, അതിൻ്റെ ഗ്രാഫ് ഒന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നമുക്കറിയാം ഈ ഒരു ഫംഗ്ഷൻ കോഷ്യൻ്റ് ഫംഗ്ഷൻ സീറോയിൽ ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫംഗ്ഷൻ സീറോയിൽ ഡിഫൈൻഡ് അല്ല, കാരണം ഡിനോമിനേറ്റർ സീറോ ആകാൻ പാടില്ല, അതുകൊണ്ട് എക്സ് ഒരിക്കലും സീറോ ആകാൻ പാടില്ല. അതുകൊണ്ട് സീറോയിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഡിഫൈൻഡ് അല്ല. അപ്പോൾ പിന്നെ ഡിഫൈൻഡ് അല്ലാത്തപ്പോൾ നമ്മൾ ആ സീറോ എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി പരിശോധിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ പോയിൻറ്റ്സിലും ഫംഗ്ഷനെ ഡൊമെയിൻ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സീറോയിൽ ഫംഗ്ഷൻ എൻ്റെ ഡൊമെയിനകത്തില്ല, ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല സീറോയിൽ. അപ്പോൾ അതുകൊണ്ട് സീറോയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് അല്ല. പക്ഷേ ഫംഗ്ഷൻ്റെ ഡൊമെയിനകത്ത് സീറോ ഇല്ലാത്തതുകൊണ്ട് സീറോ അല്ലാത്ത പോയിൻറ്റ്സ് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സും കണ്ടിന്യൂസ് ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ കോഷ്യൻ്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ് നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ, ഈ രണ്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ എടുത്ത് നോക്കാം. അത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മളൊരു കെ എന്ന് പറയുമ്പോൾ ഏതൊരു സംഖ്യയാകാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് എഫ് ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും എഫ് ഓഫ് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതിനെ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് ജിയോജിബ്ര ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ എഫ് ഓഫ് എക്സിനെ ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ കെയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഞാൻ ആ കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ടോ, ഇങ്ങോട്ട് മൈനസ് വാല്യൂ എല്ലാം വരുമ്പോഴും എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ വരുന്നതെന്ന് നോക്കി. അതുകൊണ്ട് അങ്ങോട്ട് -5 തൊട്ട് +5 വരെയുള്ള സംഖ്യകളെ ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കുക, എപ്പോഴെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലേ എന്ന് നോക്കി. ഇതിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ പ്രോഡക്റ്റ് എന്തായിരിക്കും? ആ പ്രോഡക്റ്റ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത തിയറം 2 എന്താണെന്ന് നോക്കാം. സപ്പോസ് എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂ ഫംഗ്ഷൻ such that if composite G is defined at C, if G is continuous at C, and if F is continuous at G of C, then F dot G is continuous. അതായത് കോമ്പോസിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. ഇത് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണ് അവയുടെ കോമ്പോസിഷൻ എഫ് കോമ്പോസിറ്റ് ജി അല്ലെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് ഇത് കണ്ടിന്യൂസ് ആണോ എന്നാണ്. അപ്പോൾ ഈ തിയറം പറഞ്ഞിരിക്കുന്നത് എഫും ജിയും ഒരു രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഡൊമൈനൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി ആണ്. അപ്പം സി എന്ന് പറയുന്ന പോയിന്റിൽ ജി കണ്ടിന്യൂസ് ആണ്. ഇവിടെ ഒരു പോയിന്റിലെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ എഫ് കണ്ടിന്യൂസ് അറ്റ് ജി ഓഫ് സി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അവിടെ എഫ് കണ്ടിന്യൂസ് ആണ്. ചുരുക്കത്തിൽ നമുക്ക് എഫും ജിയും കണ്ടിന്യൂസ് അറ്റ് സി എന്ന് കരുതാം. അപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഫ് കോമ്പോസിറ്റ് ജി ഈസ് ഓൾസോ കണ്ടിന്യൂസ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തിരിച്ചുമാകാം, ജി കോമ്പോസിറ്റ് എഫും കണ്ടിന്യൂസ് ആകാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ എഫ് ഓഫ് എക്സ് 1 - എക്സും ജി ഓഫ് എക്സ് മോഡ് എക്സും ആണെന്ന് വിചാരിക്കും, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സും ആണെന്ന് കരുതി. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ റിലേഷൻ ഓഫ് ഫംഗ്ഷൻ അത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അതിനുശേഷം എഫ് അതുപോലെ എഴുതി. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണ്. ഇനി എഫ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 1 - എക്സ്, ഇവിടെ എന്ത് വരുന്നു അത് 1 - എന്ന് പറഞ്ഞ് അങ്ങ് എഴുതണം. ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ്. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണെങ്കിൽ 1 - അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് എഴുതും.
അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണോ നമുക്ക് ജിയോജിബ്ര വന്ന് നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ നോക്കാം, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇനി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ്. ഇവിടെ എന്തുണ്ടോ അത് 1 മൈനസ് കഴിഞ്ഞ് ഇവിടെ സംഖ്യ ഇവിടെ വരുന്ന ക്വാണ്ടിറ്റി അങ്ങ് എഴുതുക. ഇവിടെ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ 1 മൈനസ് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. ഇതിൻ്റെ ജിയോജിബ്ര നമുക്കൊന്ന് പരിശോധിച്ചിട്ട് അത് കണ്ടിന്യൂസ് ആണെന്ന് നോക്കാം. തിരിച്ച് നമുക്കൊന്ന് നോക്കാം, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇനി എഫ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മൈനസ് എക്സ് ആണ്. അത് നമ്മളിവിടെ ഉണ്ട്. ഇനി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എക്സ് ആണെങ്കിൽ ആ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഇവിടെ എന്ത് വരുന്നു അത് അതിനകത്ത് എഴുതും. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് എക്സ് ആണെങ്കിൽ എന്ത് വരും, അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് 1 മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫും നമുക്കൊന്ന് അതിൻ്റെ ജിയോജിബ്ര ഒന്ന് പരിശോധിക്കാം. നമുക്ക് ജിയോജിബ്ര ഒന്ന് പരിശോധിക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട്, അതായത് ഇതിൻ്റെ ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന്, രണ്ടാമത്തെ ഗ്രാഫും തിരിച്ച് ഇതുപോലെ തന്നെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ആ ജിയോജിബ്ര വന്നതിൻ്റെ പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും രണ്ടും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതിൻ്റെ ജിയോജിബ്ര, ഇത് നമ്മൾ വെറുതെ വരയ്ക്കുന്നതല്ല, നമുക്ക് അതിൻ്റെ ജിയോജിബ്രയും കൂടെ കണ്ടതിന് ശേഷം എ കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്തത് നമുക്ക് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവയുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ, അതായത് എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും ഇവ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. കഴിഞ്ഞ ജിയോജിബ്ര നമ്മൾ എടുത്ത അതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാം അറിയാം, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ആ ഒരു ഗ്രീൻ കളറിലുള്ള ഫംഗ്ഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നറിയാം, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നും അറിയാം. അടുത്ത ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഓർ മോഡ് എക്സ് നമ്മൾ എടുക്കുക, അതിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കി, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് അറിയാം. ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്, അതിൻ്റെ ഉണ്ടോ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നുണ്ടോ, ഫംഗ്ഷൻ എസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിരിക്കുന്നുണ്ടോ, ആ ലെഫ്റ്റ് സൈഡിൽ ആരോ മാർക്കിൻ്റെ ഇവിടെ കാണാനല്ല എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, എവിടെയും ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല, എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലേ എന്ന് നോക്കിയേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരിച്ച് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ജി കോമ്പോസിറ്റ് എഫ് നോക്കിയേ, അവിടെ എഴുതി കാണിച്ചിരിക്കുന്നുണ്ടോ, ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ആണ്, അതിൻ്റെ ഗ്രാഫാണ്. നിങ്ങൾ ആരോ മാർക്കിൻ്റെ ഇവിടെ സൈഡിലായിട്ട് ഫംഗ്ഷൻ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ നമ്മൾ ആ ജിയോജിബ്രയിൽ കാണുന്നത്. അതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും, കാരണം ഒരു പോയിന്റിലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് അല്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവയുടെ കോമ്പോസിറ്റ് ഫംഗ്ഷനായ ജി കോമ്പോസിറ്റ് എഫും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു തിയറമാണ് ഈ ഒരു ജിയോജിബ്രയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തിയറം എന്താണ്, ഈ എഫ് ആൻഡ് ജി ആർ, എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ദെൻ എഫ് കോമ്പോസിറ്റ് ജി ആൻഡ് ജി കോമ്പോസിറ്റ് എഫ് ആ കണ്ടിന്യൂസ്. അത് ഏത് പോയിന്റിലും നമുക്ക് നോക്കാൻ സാധിക്കും, ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്നില്ല, എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഷോ ദാറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് 4 പാർട്ടാണ്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, സൈൻ എക്സ് കോസ് എക്സ്, ടാൻ എക്സ്, ഇവ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്ന പറയുന്നത് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിനകത്ത് നമ്മൾ പറഞ്ഞു സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷന്, ഇത് എല്ലായ്പ്പോഴും അത് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ നമ്മൾ പഠിച്ചു. പിന്നെ ടാന്, സീക്ക്, ഇവയെല്ലാം അവയുടെ ഡൊമിനൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. കുറേ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് കണ്ടിന്യൂറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ സം എന്താണ്, അതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഇവിടെ
സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. കാരണം എന്താണ്, we know the sum of two continuous functions is always a continuous function. ഇതുപോലെ തന്നെ ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. അപ്പം സൈൻ എക്സ് മൈനസ്, ഇവിടെയും സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്തായിരിക്കും, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ അതിൻ്റെ റീസൺ എന്താ പറയുന്നത്, if two functions are continuous then their difference is also a continuous function നമ്മൾ പഠിച്ചു. ഇനി സി പാർട്ട് നോക്കാം. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻറ്റു ജി ഇവയുടെ പ്രോഡക്റ്റും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റും എന്തായിരിക്കും, ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Is a continuous function. അതിന്റെ കാരണം എന്താണ്, if two functions are continuous then their product is also a continuous function. ഇനി ഡി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. tan x കണ്ടിന്യൂസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം tan x എന്ന് പറയുമ്പോൾ എന്താണ്, sin x by cos x ആണ്. നമുക്കറിയാം sin x ഉം cos x ഉം എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അവയുടെ കോഷ്യന്റ് എന്തായിരിക്കും, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ tan x സിഗ്നൽ sin x by cos x നമുക്ക് എഴുതാവുന്നതുകൊണ്ട് sin x ഉം cos x കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അവയുടെ കോഷ്യന്റും എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ if two functions are continuous then their quotient is also a continuous function. അത് വെച്ച് നമുക്ക് tan x നെ ഇങ്ങനെ എഴുതാവുന്നതുകൊണ്ട് അതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. Look at the second question. Show that the function defined by f of x is equal to cos of s square is a continuous function. ഇവിടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് ഒരു ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് കോസ് ഓഫ് എസ് സ്ക്വയർ ആണ്. കോസ് ഓഫ് എസ് സ്ക്വയർ. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടപ്പോൾ നമുക്ക് കോസ് എക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷനാണ്. കോസ് ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനായിട്ട് എടുക്കും. ഉദാഹരണത്തിന് നമുക്ക് സപ്പോസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ഈ കോസ് എക്സ് തന്നെയായിട്ട് എടുത്താൽ നമുക്കറിയാം കോസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും എല്ലാം കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. ജി ഓഫ് എക്സ് നമ്മൾ കോസ് എക്സ് ആയിട്ട് എടുത്താൽ വിച്ച് ഈസ് കണ്ടിന്യൂസ്. എച്ച് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനായിട്ട് ഇതിനെ ഒന്ന് എഴുതുക. എഫ് ഓഫ് എക്സിനെ എഴുതാവോ നോക്കുകയാണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്, ആ കോസ് എക്സും സൈൻ എക്സും ഇതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറിയാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, മറ്റുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം അതിൻ്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ഇനി എച്ച് ഓഫ് എക്സ് എസ് സ്ക്വയർ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ രണ്ടാമത് വരുന്ന ഫംഗ്ഷൻ ഞാൻ എച്ച് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. എസ് സ്ക്വയർ നമുക്കറിയാം ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ which is continuous. Polynomial functions എല്ലാം കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ രണ്ട് ഫംഗ്ഷനായിട്ട് എഴുതി. ഒന്ന് കോസ് എക്സ്, പിന്നെ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമുക്കറിയാം. ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പോസിഷൻ ഒന്ന് എടുത്ത് നോക്കാം. ജി കോമ്പോസിറ്റ് എച്ച് ഓഫ് എക്സ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ നമ്മളിങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. റിലേഷൻ ഫംഗ്ഷൻ്റെ ആ ചാപ്റ്ററിൽ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ജി ഓഫ് വാട്ട് ഈസ് എച്ച് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എസ് സ്ക്വയർ. ഇപ്പോൾ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ആണ്, നമ്മളിവിടെ എഴുതി. ഇനി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജി ഓഫ് ഇവിടെ എക്സ് ആണെങ്കിൽ കോസ് എക്സ്, ഇവിടെ വൈ ആയിരുന്നെങ്കിൽ കോസ് വൈ എന്ന് പറയും, ഇവിടെ ഇസഡ് ആയിരുന്നെങ്കിൽ കോസ് ഇസഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജി ഓഫ് എസ് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്താ വരും, കോസ് എസ് സ്ക്വയർ. ബ്രാക്കറ്റ് ഇട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കോസ് ഓഫ് എസ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസ്, അതായത് കോസ് എക്സ്
എസ് സ്ക്വയർ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം അവയുടെ കോമ്പോസിഷൻ തീർച്ചയായിട്ടും എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. റീസൺ എന്താണ്? സിൻസ് ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ of two continuous functions. അപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എടുത്താലും അതും എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു കോസ് ഓഫ് എസ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്ക് ജിയോജിബ്രയിൽ ഒന്ന് പരിശോധിക്കാം. ആദ്യം ജി ഓഫ് എക്സ്, അതായത് കോസ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് വയ്ക്കുക. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് ഗ്രാഫിൽ നിന്ന് മനസ്സിലാകും. അടുത്ത എച്ച് ഓഫ് എക്സ് ഇസിക്കൽ ടു എസ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു ഒരു പരാബോളിക് ഷേപ്പ് ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് നമുക്കറിയാം. അടുത്തത് ഇവയുടെ കോമ്പോസിഷനായ കോസ് ഓഫ് എസ് സ്ക്വയറിൻ്റെ ഗ്രാഫും ശ്രദ്ധിച്ച് കണ്ടോ, വളരെ അടുത്തടുത്ത് വരുന്ന ഒരു എങ്ങും ഒരു ബ്രേക്കിൽ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഒരു രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കോമ്പോസിഷൻ ഫംഗ്ഷനായിട്ട് എഴുതിയാൽ നമുക്കത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോസ് എക്സ് ഓർ മോഡ് കോസ് എക്സ് എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് വെറും കോസ് എക്സ് ആയിട്ട് ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഇത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയിട്ട് എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. നമുക്കറിയാം കോസ് എക്സ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും, വിച്ച് ഈസ് കണ്ടിന്യൂസ്. അടുത്ത് ഞാൻ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആയിട്ട് എടുക്കും. നമുക്കറിയാം മോഡ് എക്സ് എപ്പോഴും എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമ്മൾ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ മോഡ് എക്സ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമുക്കിതിൻ്റെ ഈ എഫ് ഓഫ് എക്സിന് ഈ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനായിട്ട് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എച്ച് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് കോമ്പോസിഷൻ ഓഫ് എച്ച് ആൻഡ് ജി. ഇതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എച്ച് ഓഫ് ജി ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ അറിയാം. ദാറ്റ് ഈസ് എച്ച് ഓഫ് വാട്ട് ഈസ് ജി ഓഫ് എക്സ്? ദാറ്റ് ഈസ് കോസ് എക്സ്. ഇനി എച്ച് ഓഫ് കോസ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് നമ്മളിവിടെ ഒരു എക്സ് മാത്രമേ ഉള്ളെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഇട്ടിട്ട് ഇവിടെ കാണുന്ന അങ്ങോട്ട് എഴുതും. അപ്പോൾ വൈ ആയിരുന്നെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഇട്ടിട്ട് വൈ എഴുതിയാണ്. ഇസഡ് ആയിരുന്നെങ്കിൽ എച്ച് ഓഫ് ഇസഡ് ആയിരുന്നെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എഴുതിയതിന് ശേഷം ഇസഡ് ഇട്ട്. അപ്പോൾ ഇവിടെ കോസ് എക്സ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോസ് എക്സ് എന്ന് എഴുതണം. അപ്പോൾ ഈ കോമ്പോസിറ്റ് എച്ച് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കാരണം എന്താണ്? സിൻസ് ഇറ്റ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഇത് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയതുകൊണ്ട് ഈ കോമ്പോസിഷൻ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയതുകൊണ്ട് ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അടുത്തത് കോസ് എക്സ്, ആദ്യത്തെ ഫംഗ്ഷനായ കോസ് എക്സിൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് രണ്ടാമത്തെ ഫംഗ്ഷനെ ആയ മോഡ് എക്സ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കി. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് നമുക്കറിയാം. ഇനി ഇവയുടെ കോമ്പോസിഷനായ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോസ് എക്സ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കോസ് എക്സിൻ്റെ ഗ്രാഫ് നോക്കി. ഇതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ നോക്കി. അതായത് ഇവിടെ താഴോട്ട് വരുന്ന ആ നെഗറ്റീവ് സൈഡിൽ വരുന്ന ആ ഭാഗങ്ങളെല്ലാം പോസിറ്റീവായി. അന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കാരണം ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ വന്നതുകൊണ്ട് നെഗറ്റീവ് എല്ലാം പോസിറ്റീവായിട്ട് മാറിയെല്ലാം താഴേക്കുള്ള എക്സാക്സിന് താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം മുകളിലായിട്ട് വരികയും ചെയ്തു. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് നമുക്ക് ആ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയും
ഈ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് സൈൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണ്. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ്, സപ്പോസ് എപ്പോഴും ജിയും എച്ചും എടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കാരണം സൈൻ എക്സും കോസ് എക്സും എല്ലാം എപ്പോഴും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പിന്നെ മോഡ് എക്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി നമുക്കിവിടെ എഫ് കോമ്പോസിറ്റ് ജി ഒന്ന് എടുക്കണം. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. That is f of, what is g of x? Absolute value of x. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണെങ്കിൽ സൈൻ കഴിഞ്ഞാൽ എക്സ് ഇങ്ങോട്ട് വരും. എഫ് ഓഫ് വൈ ആയിരുന്നെങ്കിൽ സൈൻ വൈ എന്ന് എഴുതുന്നു. എഫ് ഓഫ് ഇസഡ് ആയിരുന്നെങ്കിൽ സൈൻ ഇസഡ് എന്ന് എഴുതുന്നു. അപ്പോൾ എഫ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇസഡ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാം? സൈൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇസഡ് എന്ന് നമുക്ക് എഴുതാം. ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഇതാണ് അത് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയാം? ഇതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ സിൻസ് ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ആദ്യം ഫസ്റ്റ് ഫംഗ്ഷനായ സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫംഗ്ഷൻ മോഡ് എക്സ് ആണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണ്. അതിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നറിയാം. ഇവയുടെ കോമ്പോസിഷനായ സൈൻ ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കുകയും കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു ബ്രേക്ക് ഒന്നുമില്ല, ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല. ഈ ഗ്രാഫിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസിന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം, ഇപ്പോൾ ഈ കോഴ്സിനകത്ത് മറ്റൊരു ഫംഗ്ഷന്, ഇത് അബ്സല്യൂട്ട് വാല്യൂവിനകത്ത് മറ്റൊരു ഫംഗ്ഷൻ, അങ്ങനെ വരുന്ന അവസരങ്ങൾ നമുക്ക് ഇതൊരു കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്നുള്ള ആശയം വെച്ച് വേണം നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഷോ ദാറ്റ് the function defined by f of x is equal to absolute value of 1 minus x plus absolute value of x, where x is any real number. Is a continuous function. എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ്, അതായത് ഒരു അബ്സല്യൂട്ട് വാല്യൂവിനകത്ത് മറ്റൊരു രണ്ട് ഫംഗ്ഷനാണ്. അതായത് 1 മൈനസ് എക്സ് എന്നൊരു ഫംഗ്ഷനും മോഡ് എക്സ്, ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മായിട്ട് മറ്റൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ ഫംഗ്ഷന് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഈ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്ന ഈ സിമ്പിളിനകത്തുള്ള ഫംഗ്ഷൻ നമ്മളെടുത്താൽ 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് ആണ്. നമുക്കറിയാം ഇത് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇത്രയും ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇതെന്ന് പറയുന്നത് ഒരു മോഡ് എക്സ് എന്ന് പറയുന്നതും എപ്പോഴും ഈ മോഡ് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സം ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതിൻ്റെ കാരണം എന്താണ്? സം ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷനാണ്. അത് കണ്ടിന്യൂസ് ആണ്. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്.
മോഡ് എക്സ് എപ്പോഴും കണ്ടിന്യൂസ് ആണെന്ന് അറിയാം നമുക്ക്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ്റെ സം, കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സം എപ്പോഴും എന്തായിരിക്കും, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഒന്നും അങ്ങ് എടുക്കുക. ഇപ്പോൾ രണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതുകയാണ്. ഇതിൻ്റെ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഈ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഈ മോഡുലസ് സിമ്പിളിനകത്തുള്ള ഫംഗ്ഷൻ എഴുതി, അത് കണ്ടിന്യൂസ് ആണ്. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ആയിട്ട് ഞാൻ എഴുതിയിരിക്കുക. നമുക്ക് മോഡ് എക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത രണ്ട് ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി നമുക്കതിൻ്റെ ഒരു കോമ്പോസിഷൻ നോക്കാം. എച്ച് ഓഫ് ജി ഓഫ് എക്സ് നോക്കാം. എച്ച് ഓഫ് ജി ഓഫ് എക്സ് എച്ച് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. നമുക്ക് ആ ഡെഫിനിഷൻ അനുസരിച്ച് എച്ച് ഓഫ് ജി ഓഫ് എക്സ് നമുക്ക് ഇതിനെ എഴുതാം. ദാറ്റ് ഈസ് എച്ച് ഓഫ് വാട്ട് ഈസ് ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ്. ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ തന്നെ നമ്മൾ എഴുതും. അടുത്തത് ഇനി എച്ച് ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ എച്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂവിനകത്ത് ഈ ബ്രാക്കറ്റിന് അകത്ത് വരുന്ന ക്വാണ്ടിറ്റി എഴുതും. അപ്പോൾ എച്ച് ഓഫ് വൈ ആയിരുന്നെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എന്ന് എഴുതാം. എച്ച് ഓഫ് ഇസഡ് ആയിരുന്നെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇസഡ്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി ഒരു അബ്സല്യൂട്ട് വാല്യൂ സിമ്പിളിനകത്ത് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു അബ്സല്യൂട്ട് വാല്യൂ സിമ്പിൾ ആദ്യം ഇടുന്നു. ഈ ബ്രാക്കറ്റിനകത്തുള്ള 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എഴുതും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കാരണം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതായിരുന്നു. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കാരണം ഇത് രണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സിൻസ് ഇറ്റ് ഈസ് ദ സം ഓഫ് two composite functions, two continuous functions. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഒരു കോമ്പോസിഷൻ ആയതുകൊണ്ട് നമുക്കിത് മൊത്തത്തോടെ നമ്മൾ എടുക്കാമെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് ആണ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കതിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷനായ എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെയും അത് 1-ൽ വന്ന് റൈറ്റിലേക്ക് അങ്ങ് പോവുകയാണ്. ഇതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, എവിടെയും ഒരു ബ്രേക്ക് ഇല്ല, ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല. ഇതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന്, അതായത് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും കോമ്പോസിറ്റ് ഫംഗ്ഷന് ആയ ഈ ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. Find all points of discontinuity of f defined by mod x minus absolute value of x plus 1. ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, അതിന് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ് ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? മോഡ് എക്സ് മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മോഡ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനാണ്. സോ we know mod x is a continuous function. mod x കണ്ടിന്യൂസ് ആണ്, നമ്മൾ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അതുപോലെയാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതും അബ്സല്യൂട്ട് വാല്യൂവിനകത്തുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട്, അല്ല ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതും എന്താണ്, എ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ mod x കണ്ടിന്യൂസ് ആണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1 കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് ആയത് അപ്പോൾ mod x മൈനസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1
is also continuous. ഇതിന് കാരണം എന്താണ്? Since it is the difference of two continuous functions. It is the difference of two continuous functions. അപ്പോൾ ഇത് ഈ മോഡ് എക്സും കണ്ടിന്യൂസ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1 കണ്ടിന്യൂസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഇതിന് എന്തുണ്ട്? It has no, therefore it has no point of discontinuity. Therefore it has no point of discontinuity. അപ്പോൾ ഇതിന് ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത നമുക്ക് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1. ഇതിൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഫസ്റ്റ് ഫംഗ്ഷനായ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടാണ്, ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അടുത്തത് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫ് നോക്കിയേ. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ നോക്കിയേ. ഇടത്തോട്ട് മാറി ഒരു യൂണിറ്റ് അവിടെ നിന്ന് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ഗ്രാഫാണ്. ഇതും കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അടുത്ത നമുക്ക് ഇവയുടെ ഡിഫറൻസ് ആയി, രണ്ടിനും കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആയി അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1. ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവരും ആണോ. ഇതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല എന്ന് നോക്കിയേ. എവിടെ ഒരു ബ്രേക്ക് ഇല്ല, ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഗ്രാഫിന് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിലും ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല എന്ന് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.